ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ 4ാം ക്ലാസ്സിലെ സംസ്കൃതമാണ്. അപ്പോൾ 4ാം ക്ലാസ്സിലെ സംസ്കൃതത്തിലെ നമുക്ക് ആദ്യത്തെ പാഠം നോക്കാം. അപ്പോൾ ഇവിടെ ഏകകം 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏകകം 1. ആ ഒന്നാമത്തെ ഏകകത്തിൽ തന്നെ നമുക്ക് 2 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഏകകം 1 ജീവകണികാഹ. എന്താണ് എഴുതിയിരിക്കുന്നത്? ജീവകണികാഹ. ജീവകണികാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവകണങ്ങളും, എല്ലാ ജീവകണങ്ങളും, അതായത് ജീവനുള്ളവയെല്ലാം എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? നമ്മുടെ പരിസ്ഥിതിയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ പേരെന്താണ്? ജീവകണികാഹ. പ്രകൃതി സർവവിഭവയുക്ത ഭവതി. അതെന്താണ് അർത്ഥം? പ്രകൃതി സർവവിഭവയുക്ത ഭവതി. എല്ലാ വിഭവങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്, അല്ലേ? പ്രകൃതിയിൽ നിന്ന് നമുക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഇന്നിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? പ്രകൃതിയിൽ നിന്ന് എല്ലാ വിഭവങ്ങളും കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ പ്രകൃതി സർവവിഭവയുക്ത ഭവതി. എല്ലാ വിഭവങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ് എന്ത്? പ്രകൃതി. സ അവൾ അതീവ മനോഹരി ഏവ. സ അതായത് പ്രകൃതിയെ നമ്മൾ പെണ്ണായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് സ അവൾ അതീവ അതായത് വളരെ മനോഹരി ഏവ മനോഹരി കൂടിയാണ്, അല്ലേ? പ്രകൃതി ദൃശ്യങ്ങളൊക്കെ എന്താണ്? കാണാൻ നല്ല ഭംഗിയാണ്. പ്രകൃതി വിഭവൈഹി ഏവ ജീവനം സാധ്യം ഭവതി. അതായത് പ്രകൃതി വിഭവൈഹി ഏവ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത്? ജീവനം, നമ്മുടെ ഈ ജീവിതം സാധ്യം ഭവതി സാധ്യം ആകുന്നത്. തേ ഏവ ജീവാധാരാഹ. അതായത് ആ പ്രകൃതി വിഭവങ്ങൾ തേ ഏവ അവയൊക്കെ എന്താണ്? ജീവാധാരാഹ അതായത് ജീവൻ്റെ ആധാരമാണ്. നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രകൃതി വിഭവങ്ങൾ ഉള്ളതുകൊണ്ട്. അസ്മിൻ ഏകകെ ഈ പാഠത്തിൽ, അതായത് ഈ അധ്യായത്തിൽ, ആകാശകാന്തിഹി അതായത് ആകാശത്തിൻ്റെ ഭംഗി, നാമ അതായത് പേരായിട്ടുള്ള കവിതയും, ജീവദായിനി നാമ ജീവദായിനി എന്ന് പേരുള്ള, നാമ എന്ന് പറഞ്ഞാൽ പേരുള്ള, ആത്മകഥാം ച പഠാമഹ ആത്മകഥയും. അതായത് ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കുറിച്ച് അവർ തന്നെ പറയുന്നതാണ് എന്ത്? ആത്മകഥ. ആത്മകഥാം ച പഠാമഹ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ ഹെഡിങ് ജീവകണികാഹ എന്ന അധ്യായത്തിൽ 2 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ആകാശകാന്തി എന്ന് പേരായ, അതായത് ആകാശഭംഗി എന്ന് പേരായിട്ടുള്ള ഒരു കവിതയും, ജീവദായിനി നമുക്ക് ജീവൻ നൽകുന്നത് എന്താണ്? പ്രകൃതിയാണ്. ആ പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ആത്മകഥയും ആണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യം ആകാശകാന്തി എന്ന കവിത നമുക്ക് നോക്കാം. അതായത് പ്രഥമഃ പാഠഃ, ഒന്നാമത്തെ പാഠം. അതിലാണ് നമുക്ക് ഈ ആകാശകാന്തിഹി എന്ന വരുന്ന ഒരു പാട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ചിത്രേ കിം അസ്തി. ഞാനിവിടെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബുക്കിൽ എഴുതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ചിത്രേ കിം അസ്തി. കിം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത്. അപ്പോൾ ചിത്രേ കിം അസ്തി ചിത്രത്തിൽ എന്താണുള്ളത്? മേഘ കുത്ര ഭവതി. കുത്ര എന്ന് പറഞ്ഞാൽ എവിടെ. മേഘം എവിടെയാണ് ഉണ്ടാവുക? നമുക്കറിയാലോ, മേഘം എവിടെയാണ് ഉണ്ടാവുക? ആകാശത്തിൽ, അല്ലേ? അപ്പോൾ ആകാശവുമായി ബന്ധപ്പെട്ട, അതായത് ആകാശമധികൃത്യ കവിതാം പഠാമഹ ആകാശവുമായി ബന്ധപ്പെട്ട കവിത നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ ഇതൊന്നുകൂടി വായിക്കാം. ചിത്രത്തിൽ
കിം അസ്തി എന്താണ് ഉള്ളത്. അപ്പം നമുക്കറിയാം മേഘത്തിനെയാണ് കാണിച്ചിരിക്കുന്നത്. മേഘ കുത്ര ഭവതി മേഘം എവിടെയാണ് ഉണ്ടാവുക. കുത്ര എവിടെ, എവിടെയാണ് ആകാശത്തിൽ. അപ്പോൾ ആകാശത്തിനെ കുറിച്ചുള്ള ഒരു കവിത പഠിക്കാം. ആകാശകാന്തിഹി അതായത് കാന്തിഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ആകാശത്തിൻ്റെ ഭംഗി. ഗഗനം ധവളം നീലം ച വിഭാതി സൂര്യോ ദിനനാഥ മിത്രക ആയാതു ഐന്ദ്രം ചാപം പശ്യാമ. എന്താണ് അർത്ഥം? ഗഗനം ധവളം നീലം ച. ഗഗനം എന്ന് പറഞ്ഞാൽ എന്താണ്, ആകാശം. ധവളം ധവളവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ള നിറം. അപ്പോൾ ആകാശം എങ്ങനെയുള്ളതാണ്, വെള്ളയും. നീലം ച എന്ന് പറഞ്ഞാൽ എന്താണ്, നീലയും കലർന്നതാണ് അല്ലേ. ചില സ്ഥലത്ത് നമുക്ക് കാണാം ആകാശം വെള്ള നിറത്തിലും ചില സമയത്ത് കാണാൻ പറ്റും, നീല നിറത്തിലും കാണാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടി ചേർന്നതാണ് എന്ത്, ആകാശം. വിഭാതി സൂര്യോ ദിനനാഥ. വിഭാതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുക. സൂര്യോ സൂര്യൻ എന്താണ്, ദിനനാഥ അതായത് ദിനനാഥ എന്നുള്ളത് സൂര്യൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ദിനനാഥനായിട്ടുള്ള സൂര്യൻ എന്താണ്, ശോഭിക്കുന്നു. അതായത് ഒരു ദിവസം നമ്മൾ ആരെ കണി കണ്ടുകൊണ്ടാണ് ഉണരുന്നത്, സൂര്യനെ. അപ്പോൾ ആ ദിവസത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ആരാണ്, ദിനനാഥ സൂര്യൻ. അപ്പം ദിനനാഥനായിട്ടുള്ള സൂര്യൻ എന്താണ് ചെയ്യുന്നത്, വിഭാതി ശോഭിക്കുന്നു. മിത്രക ആയാതു അതായത് കൂട്ടുകാരെ മിത്രങ്ങളെ വന്നാലും. ഐന്ദ്രം ചാപം പശ്യാമ എന്ത് കാണാമെന്നാണ് പറയണത്, കുട്ടി ചൂണ്ടി കാണിക്കുന്നത് കണ്ടുവോ. എന്ത് കാണാമെന്നാണ് പറയുന്നത്, ഐന്ദ്രം ചാപം മഴവില്ല്. പശ്യാമഹ നമുക്ക് കാണാം. അപ്പം എല്ലാവരോടും കുട്ടികളോടൊക്കെ പറയാണ് എന്ത്, വരൂ നമുക്ക് ഐന്ദ്രചാപം അതായത് മഴവില്ല് കാണാം എന്ന് പറയാണ്. അപ്പോൾ ഒന്നുകൂടിയും വായിക്കാം. ഗഗനം ധവളം നീലം. അപ്പോൾ ഒരു വട്ടോടെയും ചൊല്ലാം. ഗഗനം ധവളം നീലം ച വിഭാതി സൂര്യോ ദിനനാഥ മിത്രക ആയാതു ഐന്ദ്രം ചാപം പശ്യാമ. കുട്ടികളെ വരൂ നമുക്ക് എന്ത് കാണാം, മഴവില്ല് കാണാം, വേഗം വരൂ എന്ന് വിളിച്ച് പറയാണ്. അതായത് മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകാശത്ത് എന്ത് കാണാൻ പറ്റും, മഴവില്ല് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാം, ഓടി വരൂ എന്ന് പറയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. വിഹഗാഹ നീടം ഗച്ഛന്തി. വിഹഗാഹ എന്ന് പറഞ്ഞാൽ എന്താണ്, പക്ഷികൾ. നീടം എന്ന് പറഞ്ഞാൽ കൂട്. ഗച്ഛന്തി പോകുന്നു. വിഹഗാഹ നീടം ഗച്ഛന്തി. എപ്പോഴാണ് പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചു പോവുക, സൂര്യൻ അസ്തമിക്കുമ്പോൾ. അസ്തം യാതിച്ച ദിവാകരഹ. ദിവ എന്ന് പറഞ്ഞാൽ പകൽ എന്നാണ് അർത്ഥം. അപ്പോൾ ദിവാകരഹ എന്ന് പറഞ്ഞാൽ പകലുള്ള ആളാരാ, സൂര്യൻ. അപ്പോൾ ദിവാകരഹ എന്നുള്ളത് സൂര്യൻ്റെ മറ്റൊരു വാക്കാണ്. അസ്തം യാതിച്ച ദിവാകര. അപ്പോൾ ദിവാകരൻ എന്താണ് ചെയ്യാൻ പോണത്, അസ്തമിക്കുന്നു. അപ്പോഴാണ് വിഹഗാഹ നീടം ഗച്ഛന്തി പക്ഷികളെ കൂട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. വിഭാതി ചന്ദ്രോ ബഹുരുചിര അതായത് ശോഭിക്കുക. ആര്, സൂര്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക, ചന്ദ്രൻ. വിഭാതി ചന്ദ്രോ അതായത് ചന്ദ്രൻ ശോഭിക്കുന്നത്. ബഹുരുചിര വളരെ മനോഹരമാണ്. നിലീയ ക്രീഡത രവിചന്ദ്രൗ. എന്താ ചെയ്യണേ, നിലീയ ഒളിച്ച്, ക്രീഡത കളിക്കുകയാണെന്ന്. ആര്, സൂര്യനും ചന്ദ്രനും. അതായത് സൂര്യൻ വരുമ്പോൾ ചന്ദ്രൻ പോവും, ചന്ദ്രൻ വരുമ്പോൾ സൂര്യൻ അല്ലേ. സൂര്യൻ വരുന്ന സമയത്ത് ചന്ദ്രൻ ഉണ്ടാവില്ല, ചന്ദ്രൻ വരുന്ന സമയത്ത് സൂര്യൻ ഉണ്ടാവില്ല, അങ്ങനെയല്ലേ. അപ്പോൾ അവർ തമ്മിൽ എന്താന്നാ പറയണേ, നിലീയ ക്രീഡത രവിചന്ദ്രൗ. അവർ രണ്ടാളും തമ്മിൽ എന്താണ്, നിലീയ ക്രീഡത ഒളിച്ച് കളിക്കുകയാണെന്ന്. രവി ചന്ദ്രൗ സൂര്യനും ചന്ദ്രനും കൂടി ഒളിച്ച് കളിക്കുകയാണെന്ന്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. വിഹഗാഹ നീടം ഗച്ഛന്തി അസ്തം യാതിച്ച ദിവാകരഃ വിഭാതി ചന്ദ്രോ ബഹുരുചിര നിലീയ ക്രീഡത രവിചന്ദ്രൗ. അടുത്തത്
ഗഗനെ തടിത ശോഭന്തേ, അതായത് ഗഗനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലെ തടിത ശോഭന്തേ, എന്താണ് തടിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മിന്നൽ, അത് മിന്നൽ ശോഭിക്കുന്നു എന്ന്. മഴയുടെ സമയത്ത് എന്താ ഉണ്ടാവുക, ഇടിമിന്നൽ കേട്ടിട്ടില്ലേ എല്ലാവരും, അതാണ്. അപ്പം ആകാശത്തിൽ ഗഗനെ, ആകാശത്തിൽ തടിത ശോഭന്തേ, മിന്നൽ ശോഭിക്കുന്നു. മേഘാചൈവം നിനദന്തി, എന്താ ഉണ്ടാവണേ, മേഘങ്ങൾ എന്താണ് നിനദന്തി, മുഴങ്ങുന്നത് പോലെ തോന്നാറില്ലേ, അതായത് മിന്നൽ കഴിഞ്ഞ് എന്തുണ്ടാവും, ഇടി കുടുങ്ങും. അതിനെയാണ് പറയണേ മേഘാചൈവം നിനദന്തി, മേഘങ്ങൾ നിനദന്തി മുഴങ്ങുന്നു. ജലദോ വർഷതി ജലബിന്ദൂൻ, ജലദഹ എന്ന് പറഞ്ഞാൽ എന്താണ്, മേഘം. അപ്പോൾ ജലദോ വർഷതി, മേഘങ്ങൾ എന്ത് വർഷിക്കുന്നു, ജലബിന്ദൂൻ, അതായത് ജലബിന്ദുക്കളെ വർഷിക്കുന്നു, ജലത്തുള്ളികളെ വർഷിക്കുന്നു. ഭുവനം നാനാധ്വനി സഹിതം, അപ്പോൾ ഭുവനം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകം. ഭവനം എന്ന് പറഞ്ഞാൽ വീടാണ്, എന്നാൽ ഭുവനം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകം. ലോകം നാനാധ്വനി സഹിതം, എല്ലാ സ്ഥലത്തും നല്ല അങ്ങനെ സൗണ്ടോടും എല്ലാത്തോടും കൂടിയിട്ട് ഇങ്ങനെ ധ്വനി സഹിതമാണെന്ന് കേട്ടോ, അതോട് കൂടിയിട്ട് ഇങ്ങനെ ഇടിയുടെ വെട്ടൻ്റെ സൗണ്ടും എല്ലാം കൂടിയിട്ട് മഴയുടെ സൗണ്ടും, അങ്ങനെ ലോകം മുഴുവൻ എന്താണ്, എല്ലായിടത്തും നല്ല രസത്തോടു കൂടി ശബ്ദത്തോടു കൂടിയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഗഗനെ തടിത ശോഭന്തേ മേഘാചൈവം നിനദന്തി, ജലദോ വർഷതി ജലബിന്ദൂൻ ഭുവനം നാനാധ്വനി സഹിതം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആ ഒരു പദ്യം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സുഖമാണ്, പഠിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ എല്ലാവരും അർത്ഥം മനസ്സിലാക്കുക. ഇവിടെ പ്രവർത്തനങ്ങളുണ്ട്, പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ച് തരാം. ഇതൊന്നുകൂടി ഞാൻ ചൊല്ലിത്തരാം കേട്ടോ. ആകാശ കാന്തിഹി ഗഗനം ധവളം നീലം ച വിഭാതി സൂര്യോ ദിനനാഥ മിത്രക ആയാതു ഐന്ദ്രം ചാപം പശ്യാമ. വിഹഗാനീഡം ഗച്ഛന്തി അസ്തം യാതി ച ദിവാകരഃ വിഭാതി ചന്ദ്രോ ബഹുരുചിര നിലീയ ക്രീഡത രവിചന്ദ്രൗ. ഗഗനെ തടിത ശോഭന്തേ മേഘാചൈവം നിനദന്തി ജലദോ വർഷതി ജലബിന്ദൂൻ ഭുവനം നാനാധ്വനി സഹിതം. അപ്പോൾ ഓക്കെ, ഇതിവിടെ നിന്ന് അവസാനിക്കുകയാണ് വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.